ഒരു ദൃശ്യം മോഡൽ കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ്. അഹമ്മദാബാദിലാണ്, ഗുജറാത്തിലാണ്. അഹമ്മദാബാദിലെ യുവാവിന്റെ തിരോധാനത്തിന് ക്ലൈമാക്സ്. 1 വർഷത്തോളമായി നടത്തിയ പോലീസ് അന്വേഷണത്തിലാണ് യുവാവ് കൊല്ലപ്പെട്ടെന്ന് കണ്ടെത്തിയത്. ഭാര്യയും കാമുകനും സുഹൃത്തുക്കളും ചേർന്ന് യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം അയാളുടെ വീടിന്റെ അടുക്കളയിൽ കുഴിച്ചിടുകയായിരുന്നു. പോലീസ് നടത്തിയ പരിശോധനയിൽ തറയിളക്കി മാറ്റിയപ്പോൾ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാന പ്രതികൾ ഒളിവിലാണ്. ഒരു വർഷത്തോളമായി അഹമ്മദാബാദ് സ്വദേശി അഹമ്മദ് അൻസാരിയെ കാണാനില്ലായിരുന്നു. ഭാര്യയുടെ പരാതിയിൽ ഇയാൾക്കായി അന്വേഷണം നടത്തിവരികയായിരുന്നു. ഇതിനിടെ പോലീസിനെ തോന്നിയ ചെറിയ സംശയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തറിയുന്നത്. ബീഹാർ സ്വദേശി അൻസാരി 2016 റൂബിയെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. ഇതിന് പിന്നാലെ റൂബിയുടെ നാട് അഹമ്മദാബാദിൽ വീടെടുത്ത് ഒന്നിച്ച് താമസിച്ചു വരികയായിരുന്നു. പക്ഷേ റൂബി മറ്റൊരു പുരുഷനുമായി ബന്ധത്തിലായി. ഇത് അൻസാരി കണ്ടെത്തി. റൂബിയോട് ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അൻസാരിയുടെ വിലക്കും മറികടന്ന് കാമുകനായ ഇമ്രാനുമായി റൂബി ബന്ധം തുടർന്നു. ഇതിന്റെ പേരിൽ അൻസാരി റൂബിയെ നിരന്തരം മർദ്ദിക്കാറുണ്ടായിരുന്നു. അൻസാരി ജീവിച്ചിരുന്നാൽ ഇരുവർക്കും പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് റൂബി ഇമ്രാനെ അറിയിച്ചു. ഇതിനു പിന്നാലെ ഇരുവരും ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തു. പതിവ് പോലെ അൻസാരി രാത്രി വീട്ടിലെത്തി. ഈ സമയം വീട്ടിൽ ഇമ്രാൻ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നിൽ നിന്ന് അൻസാരി ആക്രമിച്ചു. ശേഷം റൂബി അൻസാരിയെ പിടിച്ചു വെച്ചു. ഇമ്രാൻ കഴുത്തെറുത്ത് കൊലപ്പെടുത്തി. ശേഷം ഇമ്രാൻ തന്റെ ബന്ധുക്കളായ 2 പേരെ വിളിച്ചു വരുത്തി. 4 പേരും ചേർന്ന് വീടിന്റെ അടുക്കളയിലെ നിലം പൊളിച്ചു മാറ്റി മൃതദേഹം കുഴിച്ചിട്ടു. ശേഷം തറ സിമന്റ് കൊണ്ട് മൂടി നിരപ്പാക്കിയ ശേഷം ടൈൽസ് ഇട്ട് പഴയ നിലയിലാക്കി. വീട്ടിൽ നിന്നിറങ്ങിയ അൻസാരിയെ കാണാനില്ലെന്ന് കൊലപാതകത്തിന്റെ പിറ്റേ ദിവസം പോലീസിൽ പരാതി നൽകിയത് ഭാര്യ റൂബി തന്നെയാണ്. മൊബൈൽ ഫോൺ അടക്കം പരിശോധിച്ച പോലീസ് അവസാന ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് വീട്ടിൽ തന്നെയെന്ന് കണ്ടെത്തി. ഇതിനിടെ റൂബി മൃതദേഹം കുഴിച്ചിട്ട് വീട്ടിൽ നിന്ന് മാറി താമസിച്ചു. പഴയ വീട് പൂട്ടിയിട്ടു. പലതവണ റൂബിയെ ചോദ്യം ചെയ്തു. മൊഴിയിൽ അടിപിടി വൈരുദ്ധ്യമുണ്ടായിരുന്നു. റൂബിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് ഇമ്രാനെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. അൻസാരിയെ കാണാത്ത ദിവസം ഇമ്രാന്റെ ഫോൺ ലൊക്കേഷനും അൻസാരിയുടെ വീടിന് സമീപം തന്നെയാണെന്ന് കണ്ടെത്തി. ഇതിന് പിന്നാലെ പോലീസ് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പൂട്ടിയിട്ട വീട്ടിൽ പരിശോധന നടത്തിയപ്പോഴാണ് അടുക്കളയുടെ തറയിളക്കി മാറ്റിയത് ശ്രദ്ധയിൽപ്പെട്ടത്. തറ കുഴിച്ച് നടത്തിയ പരിശോധനയിൽ അസ്ഥികളും മുടിയും കണ്ടെത്തി. ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇമ്രാനും റൂബിയും ഒളിവിലാണ്. മൃതദേഹം കുഴിച്ചിടാൻ സഹായിച്ച ഇമ്രാന്റെ ബന്ധുക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.